നമസ്കാരം. അപ്പൊ 1995 സെപ്റ്റംബർ 8 രാം ഗോപാൽ വർമ്മ ഡയറക്ട് ചെയ്ത രംഗീല എന്ന് പറയുന്ന ആ ഒരു ചിത്രം റിലീസ് ആവുന്നു. രംഗീല ആ ഒരു ചിത്രം ബോക്സ് ഓഫീസ് ഹിറ്റ് ആയിരുന്നു. ഡയറക്ഷനും മേക്കിങ്ങും അതോടൊപ്പം തന്നെ AR റഹ്മാന്റെ ആ ഒരു മ്യൂസിക്കും ശരിക്കും തിയേറ്റർ പുളകം കൊള്ളിച്ചു എന്ന് തന്നെ വേണം പറയാൻ. തീർച്ചയായിട്ടും ആ ഒരു കാലഘട്ടത്തിലെ വിലപിടിപ്പുള്ള നടന്മാരും നടിയും എന്ന് വേണം പറയാൻ. തീർച്ചയായിട്ടും ഊർമിളയും അതോടൊപ്പം തന്നെ അമീർ ഖാൻ, ജാക് ഷറോഫ് എന്നിവരായിരുന്നു ആ ഒരു ചിത്രത്തിലെ മൂല്യവത്തായ അഭിനേതാക്കൾ. അതോടൊപ്പം തന്നെ AR റഹ്മാന്റെ സംഗീതവും ആശാ ഭോസ്ലയുടെ ഒരു ആലാപനവും കൂടി ആയപ്പോൾ തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ ഹൃദയത്തിന് ഒരു ഹരം കൂടി എന്ന് തന്നെ വേണം പറയാൻ. എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിലെ തൻഹ എന്ന് പറയുന്ന ആ ഒരു ഗാനമൊന്നും ഒരു പ്രേക്ഷകനും മറന്നു പോകുന്ന രീതിയിലല്ല AR റഹ്മാൻ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും വർഷങ്ങളോളം ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കാൻ സാധിക്കുന്ന രീതിയിലാണ് AR റഹ്മാന്റെ ആ ഒരു മാജിക് ട്യൂൺസ്. അതോടൊപ്പം തന്നെ 41ാമത് ഫിലിം ഫെയർ അവാർഡിൽ മികച്ച സിനിമ, മികച്ച നടൻ, മികച്ച നടി, മികച്ച സംഗീത സംവിധായകൻ, അത് മാത്രമല്ല മികച്ച സംവിധായകൻ എന്നിവയ്ക്ക് അവാർഡ് കരസ്ഥമാക്കിയ ഒരു സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു രംഗീല. ശരിക്കും ഇതൊരു റൊമാൻറ്റിക് കോമഡി ചിത്രമായിരുന്നു. തീർച്ചയായിട്ടും AR റഹ്മാൻ, ലെജൻഡ് AR റഹ്മാന്റെ ആദ്യ ഹിന്ദി സിനിമ എന്നുള്ള ഒരു പ്രാധാന്യം കൂടി ഈ ഒരു ചിത്രത്തിന് ഉണ്ടായിരുന്നു. അതാണ് രംഗീല. ആദ്യ ഹിന്ദി സിനിമ എന്ന് പറയുമ്പോൾ പലരും പറയും അതിനു മുൻപും ഹിന്ദി സിനിമകൾ ചെയ്തിട്ടില്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാം. കാരണം തീർച്ചയായിട്ടും അതൊരു തെറ്റായ രീതിയിലുള്ള ഒരു അഭിപ്രായമാണ്. അതിനു മുമ്പ് ഹിന്ദി ചെയ്തിരിക്കുന്ന എല്ലാം തന്നെ തമിഴ്, തെലുങ്ക് എന്നിവ വിവർത്തനം ചെയ്തിരിക്കുന്ന ഹിന്ദി പതിപ്പിലേക്ക് വിവർത്തനം ചെയ്ത സിനിമകളായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. 1995 മെയ് 14 AR റഹ്മാന്റെ അമ്മയായ കരീമയാണ് ഈ ഒരു ചിത്രത്തിന്റെ ഓഡിയോ റിലീസ് ചെയ്തത്. ശരിക്കും AR റഹ്മാന്റെ ലൈഫിൽ രംഗീല എന്ന് പറയുന്ന ഈ ഒരു സൂപ്പർ ഹിറ്റ് ചിത്രം തീർച്ചയായിട്ടും AR റഹ്മാന്റെ ലൈഫിൽ ഒരു വലിയ പൊൻതൂവലായിരുന്നു എന്ന് തന്നെ വേണം ഉറപ്പിച്ചു പറയാൻ. മ്യൂസിക് ആയിരുന്നു തീർച്ചയായിട്ടും AR റഹ്മാന്റെ ആ ഒരു മാജിക് ട്യൂൺസ്. അതിൽ നിന്നും നിറഞ്ഞ് കവിഞ്ഞൊഴുകി ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഓരോ രംഗങ്ങളും ആസ്വദിച്ച ഒരു പ്രേക്ഷകർ ഇപ്പോഴും ആ ഓരോ സോങ്ങും വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, സെർച്ച് ചെയ്യുന്നുണ്ട്. യൂട്യൂബിലൊക്കെ തരംഗമാണ് ആ ഓരോ സോങ്ങുകളും. എന്ന് പറയുന്ന ആ ഒരു സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം AR റഹ്മാന്റെ ഒരു ലൈഫിലെ ഒരു മ്യൂസിക്കിന്റെ യാത്ര, അതായത് ഹിന്ദി ചിത്രത്തിലേക്കുള്ള യാത്ര തീർച്ചയായിട്ടും പ്രേക്ഷകർ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച രംഗീലയ്ക്ക് ശേഷം വീണ്ടും വീണ്ടും ഒത്തിരി ചിത്രങ്ങളാണ് ഓപ്പർച്യൂണിറ്റികളായിട്ട് വന്നത്. തീർച്ചയായിട്ടും എല്ലാം അദ്ദേഹം സ്വീകരിച്ചു. ഈ ഒരു ചിത്രത്തിൽ AR റഹ്മാന് 2 ഫിലിം ഫെയർ അവാർഡുകളാണ് ലഭ്യമായത്. തീർച്ചയായിട്ടും ഒന്നാമത് മികച്ച സംഗീത സംവിധാനമുള്ള ഒരു ഫിലിം ഫെയർ അവാർഡും അതോടൊപ്പം തന്നെ പുതിയ സംഗീത പ്രതിഭയ്ക്കുള്ള ഫിലിം ഫെയർ ആദി ബർമൻ അവാർഡും AR റഹ്മാന് ലഭിച്ചു എന്നുള്ളത് ഒത്തിരി പ്രാധാന്യം തന്നെയാണ്. ശരിക്കും ഈ ഒരു ചിത്രത്തിലെ പാട്ടുകളൊക്കെ കേട്ടാൽ വീണ്ടും വീണ്ടും കേൾക്കാൻ, കാതോർത്തിരിക്കാൻ തോന്നുന്ന രീതിയിലാണ് AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു ലെജൻഡ് ചെയ്ത മ്യൂസിക്. അതോടൊപ്പം തന്നെ ഈ ഒരു ചിത്രത്തിലെ നടിയായ ഊർമിള മണ്ടോഡ്കർ ഒറ്റ രാത്രി കൊണ്ട് സൂപ്പർ സ്റ്റാറായി മാറി എന്നുള്ള ഒരു സ്റ്റോറി കൂടി ഈ ഒരു ചിത്രത്തിന് ശേഷം പ്രേക്ഷകർക്കിടയിൽ ഒരു ന്യൂസ് കൂടിയായിരുന്നു. രംഗീല, AR റഹ്മാന്റെ മാജിക് ട്യൂൺസ്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം വീണ്ടും കമന്റ്സുകളായി കമന്റ് ബോക്സിൽ വരിക. ഐ ആം വെയിറ്റിംഗ്.